ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ആംബുലൻസ് അവിടേക്ക് മാറ്റുകയാണ്. അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിലേക്കുള്ള വഴിയിലേക്ക് മാറ്റുകയാണ്. അതായത് വീടിന് ഏറ്റവും മുന്നിലേക്ക് മാറ്റുന്നു. ഇനിയിപ്പോൾ അറയുടെ അവിടെ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ മാത്രം അകലെയായി ആംബുലൻസ് അവിടെ കൊണ്ട് ഇടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ ആളവിടെ ഉണ്ട് എങ്കിൽ അത് എടുത്ത് ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇവിടെ ആയിരിക്കും പൂർത്തീകരിക്കുക. പിന്നീടുള്ള രാസപരിശോധന അടക്കമുള്ളവയ്ക്കായി എന്തെങ്കിലും ഇവിടെ നിന്നും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാനാണ് ആംബുലൻസ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അറ പൊളിക്കുന്ന നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പൊളിക്കുന്നതിന്റെ മറ്റും ശബ്ദം നമുക്കിപ്പോൾ ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കോൺക്രീറ്റ് പാളി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു അറയാണ്. അറയ്ക്ക് 2 ഭാഗമാണുള്ളത്. ഒന്ന് ഗോപൻ എന്ന് പറയുന്ന ആൾ തന്നെ പണിതിട്ടിരുന്ന താൻ മരിക്കുമ്പോൾ സമാധി ആക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലറടക്കം അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പണിതിട്ടിരുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമായതാണ്. അതായത് 2 നിറത്തിലാണ് അതുള്ളത്. അതോടൊപ്പം തന്നെ പുതുതായി ഈ 9-ാം തീയതി അവിടെ ഈ അറ അടയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ കോൺക്രീറ്റുമുണ്ട്. ആ മുൻഭാഗം പൊളിക്കുന്ന നടപടിയാകും പോലീസ് ആദ്യം ചെയ്യുക. അതിനുശേഷമായിരിക്കും അതിൽ ആളുണ്ടോ എന്ന കാര്യം ഉറപ്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യും. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക്. കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ മൃതദേഹം അവിടെ നിന്ന് ഉണ്ട് എങ്കിൽ അത് പുറത്തെടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോകാനാണോ അതോ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണോ നീക്കം? നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും സബ് കളക്ടർ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ പോയി സാഹചര്യം പരിശോധിച്ച ശേഷം മറ്റു തീരുമാനങ്ങൾ മാറ്റമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ് സബ് കളക്ടർ പോയത്. അതിനുശേഷം പിന്നീട് സബ് കളക്ടർ തിരികെ ഇവിടേക്ക് എത്തിയിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ആദ്യം എടുത്ത തീരുമാനം തന്നെ ആകും നടപ്പാക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഇവിടെ തൊട്ട് ചേർന്ന് വീടുകളും മറ്റുമൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ അവിടെ ഈ ആളുണ്ടെങ്കിൽ, ഗോപൻ എന്ന് പറയുന്ന ആൾ ആ അറയ്ക്കുള്ളിൽ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ 9-ാം തീയതിയാണ് സ്വാഭാവികമായും മരണം നടന്ന് ഇത്രയും ദിവസമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുർഗന്ധവും മറ്റുമെല്ലാം ഉണ്ടാകും. അതിപ്പോൾ പരിസര പ്രദേശത്തുള്ള ആളുകളെ കൂടി ബാധിക്കും. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ഇത് ഇവിടെ നിന്നും കൊണ്ടുപോകുക. മാത്രമല്ല കുടുംബത്തിൻ്റെ പ്രതിഷേധം എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അവർ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൂടി എത്രയും വേഗം ഇവിടെ നിന്നും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മടങ്ങുക എന്ന പോലീസിന്റെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യവുമായാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നിലവിലത്തെ തീരുമാനത്തിൽ അങ്ങനെ ഇല്ല. ഈ ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് രാസപരിശോധനയ്ക്ക് മറ്റുമൊക്കെയായി അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി മൃതദേഹാവശിഷ്ടങ്ങളും മറ്റുമൊക്കെ കൊണ്ടുപോകുന്നതിന് ഉള്ള ക്രമീകരണം എന്നുള്ള നിലയിലാണ് ആംബുലൻസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറൻസിക്കിന്റെ സംഘം ഇതിനോടകം തന്നെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെ കൊണ്ടുവന്നാണ് ഈ അറ പൊളിപ്പിക്കുന്നത്. അവർ അതിനുള്ള ആയുധങ്ങളും മറ്റുമൊക്കെ അകത്തേക്ക് പോയിരുന്നു. ഈ കോൺക്രീറ്റിൽ ഇരുമ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഇരുമ്പ് വെച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അധികം സമയം എടുക്കേണ്ട കാര്യമില്ല. വളരെ ചെറിയൊരു അറ, ഏകദേശം 4.5 അടിയോളം ഉയരത്തിൽ, അത്രത്തോളം തന്നെ വ്യാസത്തിലുള്ള ഒരു അറയാണ്. ആ അറ വേഗത്തിൽ തന്നെ പൊളിക്കാൻ കഴിയും. പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആളുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്താൻ പോലീസിന് അധികം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന ചില സംശയങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നിരുന്ന ചില സംശയങ്ങൾ, ആ സംശയങ്ങൾക്ക് വ്യക്തത കണ്ടെത്തുക, ഇതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കത്തിന്റെ അടിസ്ഥാനം. നേരത്തെ പോലീസിന് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ അതിന് പോലീസിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധമായിരുന്നു. ഒരു മാൻ മിസ്സിംഗ് കേസാണ്. അതിനാൽ തന്നെ ആൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസിന് പരിശോധന നടത്തുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരിശോധന എന്ന ഘട്ടത്തിലേക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധമുണ്ടാകുന്നത്. നാട്ടുകാർ തന്നെ 2 ചേരിയായി തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയുള്ളപ്പോൾ ഈ വിഷയത്തെ ഒരു വർഗീയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ നീക്കം അവസാനിപ്പിച്ചത്. പിന്നീട് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു പോലീസിന്റെയും നിലപാട്. ഏറ്റവും ഒടുവിൽ ഈ കുടുംബം തന്നെയാണ് കോടതിയിലേക്ക് പോയത്. കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്നു. അതിൽ കോടതിയുടെ തീരുമാനം ഇതിൽ ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസ് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു.